أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا صدق الله العظيم. الله سبحانه وتعالى നമ്മുടെ നമസ്കാരങ്ങളും ഇബാദത്തുകളും മറ്റ് സൽക്കർമ്മങ്ങളും പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു വിശുദ്ധമായ റമദാനിൽ പാപം പുറത്തവരുടെ കൂട്ടത്തിലും നരകമോചിതരുടെ കൂട്ടത്തിലും ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെയും അടിസ്ഥാനമാക്കിക്കൊണ്ട് ആരാണ് വിജയി എന്നും ആരാണ് പരാജിതനെന്നും യഥാർത്ഥ ദരിദ്രൻ ആരാണെന്നും പരിശുദ്ധമായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നമ്മളോട് ഒരാൾ ആരാണ് വിജയി എന്ന് ചോദിക്കുമ്പോൾ നമ്മളെല്ലാവരും പറയും പരസ്പരം മത്സരിച്ച് പോരടിച്ച് അതിന്റെ അവസാനത്തിൽ ആരാണോ മുൻപന്തിയിൽ നിൽക്കുന്നവൻ അവനാണ് യഥാർത്ഥ വിജയി എന്ന് നമ്മൾ പറയും. പരാജയപ്പെട്ടവൻ ആരാണെന്ന് പറയുമ്പോൾ അതേ മറുപടി തന്നെയായിരിക്കും. പരസ്പരം പോരടിച്ച് മത്സരിച്ച് അതിൽ അവസാനം ആരാണോ രണ്ടാം സ്ഥാനത്ത് അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലെത്തുന്നത് അവനാണ് യഥാർത്ഥ പരാജയം എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ ജീവിതത്തിൽ സമ്പത്തില്ല, വീടില്ല, വാഹനമില്ല, നല്ലൊരു ജോലിയില്ല, അങ്ങനെ ഒരു അവസ്ഥയിൽ കഴിയുന്നവനെ കുറിച്ച് നമ്മൾ എല്ലാവരും പരാജിതനാണ്. കുടുംബ ജീവിതത്തിലാണെങ്കിലും വ്യക്തി സമുദായത്തിലാണെങ്കിലും അവനെ നമ്മൾ പരാജിതൻ എന്ന് പറയും. എന്നാൽ ദരിദ്രൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാത്തവനെ കാണുമ്പോൾ നമ്മൾ എല്ലാവരും പറയും ഇവൻ അങ്ങേയറ്റം ദരിദ്രനാണ്. എന്നാൽ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അങ്ങനെയല്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു ഫമൻ സുഹസിക അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. വിശുദ്ധമായ ഖുർആൻ പറയുന്നു ആരാണ് വിജയി എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനും സ്വർഗ്ഗപ്രവേശനം എളുപ്പമായവനുമാണ് ഫഖദ് ഫാസ്, അവനാണ് യഥാർത്ഥ വിജയി എന്ന് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിനുള്ള അമലുകളാണ് വിശുദ്ധമായ റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്മാനമായി നൽകിയത്. ഈ ദിവസങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പൂർണ്ണമായും സൽക്കർമ്മങ്ങൾ ചെയ്ത് നരകത്തിൽ നിന്ന് മോചനപ്പെടാനും സ്വർഗ്ഗപ്രവേശനം എളുപ്പമാകാനും അല്ലാഹു വിചാരിക്കുന്ന അല്ലാഹു ഉദ്ദേശിക്കുന്ന വിജയികൾ ഉൾപ്പെടാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു പരാജയപ്പെട്ടവൻ ആരാണെന്ന് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നെയാണ്. സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹു ഖുർആനിലൂടെ പറയുന്നു ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു ഈ ഭൂമിയിൽ ദുനിയാവിൽ ചില ആളുകളുണ്ട്, അവരുടെ ഐഹിക ജീവിതത്തിൽ ഏറ്റവും പരാജയപ്പെട്ടവർ അവരാണ്. അവർ വിചാരിക്കും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഏറ്റവും വലുത്, അവർ ചെയ്യുന്ന ഇബാദത്തുകളാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യമായത്, അവർ പിടിക്കുന്ന നോമ്പുകളും സ്വതക്കകളുമാണ് റബ്ബിന്റെ അടുക്കൽ മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് ചിലർ വിചാരിക്കും. പക്ഷേ അവർ വ്യക്തമായ വഴികേടിലാണെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ വിളിച്ചു പറയുന്നു ഏറ്റവും വലിയ ദരിദ്രൻ ആരാണെന്ന് അറിയുമോ സഹാബത്തെ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് പറഞ്ഞു സമ്പത്തില്ലാത്തവനില്ലേ നബിയെ, ജോലിയില്ലാത്തവനില്ലേ നബിയെ, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവനില്ലേ ദരിദ്രനെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് മറുപടി കൊടുക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ദുനിയാവിൽ കൃത്യസമയത്ത് നമസ്കരിക്കുകയും റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുകയും മറ്റു സമയങ്ങളെല്ലാം തന്റെ കച്ചവടത്തിൽ കിട്ടുന്ന വരുമാനം അനുസരിച്ച്
സക്കാത്ത് കൊടുക്കുകയും സ്വതക്ക കൊടുക്കുകയും അങ്ങനെ ചെയ്യുന്ന എന്റെ ഉമ്മത്തിൽപ്പെട്ട ചിലരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അമലുകളെ അളക്കുന്ന സമയത്ത് അവൻ ആരെയെല്ലാമാണോ നാവ് കൊണ്ട് ഉപദ്രവിച്ചത്, അവൻ ഏതെല്ലാം നിലയിലാണോ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്, ആ നിലയിൽ അവന്റെ അമലുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കും. ആ സമയത്ത് വീതിച്ചു കൊടുക്കുന്ന അമലുകൾ അവസാനം അവനിൽ നിന്ന് കുറയുമ്പോൾ, അവസാനം അവൻ കുറ്റപ്പെടുത്തിയവർ അധികമാവുകയും അവന്റെ നന്മകൾ കുറയുകയും ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ആരെയാണോ കുറ്റപ്പെടുത്തിയത് അവരുടെ തിന്മകൾ മുഴുവനും നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട് അവസാനം നരകത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവനാണ് ഏറ്റവും വലിയ ദരിദ്രൻ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവനും റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ആയിരിക്കണം. ഒരിക്കൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് പറഞ്ഞ 3 കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ ഞാൻ സന്ദർഭമായി ഉണർത്തുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, നബിയെ, പരിശുദ്ധമായ റമദാൻ വന്നിട്ടും സൽക്കർമ്മങ്ങൾ ചെയ്യാതെ നരകത്തിന്റെ അവകാശിയാകുന്ന സ്വർഗ്ഗത്തിൽ നിന്ന് നിഷേധിക്കപ്പെടുന്നവൻ അവൻ ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും നശിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആമീൻ പറയുകയാണ്. റമദാനായിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാത്തവൻ അവൻ നശിക്കട്ടെ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആമീൻ പറയുന്നു. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, വീട്ടിൽ മാതാപിതാക്കൾ ഉണ്ടായിരിക്കവേ അവരെ പരിചരിക്കാതെ സ്വന്തം ആവശ്യങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ട് മാതാപിതാക്കളെ പരിഗണിക്കാത്തവൻ, അവരെ ചികിത്സിക്കാത്തവൻ, അവരെ ശുശ്രൂഷിക്കാത്തവൻ അവൻ ഈ ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെട്ടു പോകട്ടെ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ആമീൻ പറയുകയാണ്. നമ്മൾ ചിലപ്പോൾ ഇബാദത്തുകൾ മുന്നിലായിരിക്കാം, പക്ഷേ വ്യക്തിപരമായി അല്ലെങ്കിൽ സാമൂഹ്യപരമായ ഇടപെടലുകളിലും നമ്മൾ തീരെ പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പോരായ്മകളെല്ലാം നികത്തുവാൻ ഈ വിശുദ്ധമായ റമദാൻ ഒരു കാരണമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ചെയ്ത് മറ്റുള്ളവരോട് വിനയമുള്ളവരായി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനവും സഹായവും സംരക്ഷണവും നൽകി ഈ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നമസ്കാരങ്ങളെ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ വീഴ്ചകളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഷ്ടമുള്ള ജീവിതം ഇബാദത്തുകളിലായി അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുവാനും നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ കുറഞ്ഞ കാലയളവ് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന്റെ ജീവിതം നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളൂ. നമ്മളൊരു യാത്രയ്ക്ക് പുറപ്പെടുന്ന സമയത്ത് ദിവസങ്ങളുടെ എണ്ണമനുസരിച്ച് വേണ്ട വസ്ത്രങ്ങളായാലും ഭക്ഷണങ്ങളായാലും നമ്മൾ നേരത്തെ കരുതി കൂട്ടും. പക്ഷേ ദുനിയാവെന്ന് പറയുന്ന ഈ ചെറിയ ജീവിതത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കാലാകാലമായി നമ്മളെ ഖബർ മുതൽ തുടങ്ങുന്ന പാരത്രികമായ ജീവിതത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നറിയിപ്പും ഉണർത്തലും തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് നോമ്പ് തുറയ്ക്ക് വേണ്ടി നേരത്തെ സാധനങ്ങൾ തയ്യാറാക്കുന്നു. ഇന്ന് അത്താഴി കഴിക്കുന്നതിന് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ തലേ ദിവസമേ തയ്യാറാക്കി വെക്കുന്നു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്,
നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സും മാ തഖദ്ദമ ലിഗദ്, നാളെ പാരത്രികമായ ജീവിതത്തിലേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളതെന്ന് നിങ്ങളൊന്ന് നോക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇത്ബഉൽ മയ്യിത സലാസതൻ, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവനോടൊപ്പം 3 കാര്യങ്ങൾ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഫയറജഉ ഇസ്നാനി, 2 കാര്യങ്ങൾ അവനിൽ നിന്നും പിരിഞ്ഞു പോവുകയും വയബ്ഖാ മഅഹു വാഹിദുൻ, ഒരൊറ്റ കാര്യം മാത്രമേ അവനിൽ അവശേഷിക്കൂ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ബഉഹു, അവരുമായി പിന്തുടർന്ന 3 കാര്യങ്ങൾ, അഹ്ലുഹു വമാലുഹു വഅമലുഹു, അവന്റെ കുടുംബക്കാർ, അവന്റെ സമ്പത്ത്, അവന്റെ അമലുകൾ. അവനെ ഖബറിലേക്ക് കൊണ്ടുവെക്കുന്ന സമയം വരെ അവന്റെ മക്കളാകട്ടെ, അവന്റെ പിതാവാകട്ടെ, നമ്മുടെ കുടുംബക്കാരാകട്ടെ നമ്മളോടൊപ്പം ഖബർസ്ഥാനം വരെ വരും. അതിനുവേണ്ടി ആ മയ്യത്തിനെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്നും ഖബർസ്ഥാനിലേക്ക് കൊണ്ടെത്തിക്കുന്നത് വരെയുള്ള ആ ചിലവുകൾ മുഴുവനും അതും ആ ഖബർ വരെ ഉണ്ടാവുകയുള്ളൂ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വയബ്ഖാ, ശേഷിക്കുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് വഅമലുഹു, അവന്റെ അമലാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ അമലുകൾ മാത്രമേ അവന് ശേഷിക്കുകയുള്ളൂ. എന്നാലും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അവൻ മരണപ്പെട്ടതിന് ശേഷവും അവന്റെ ഖബറിലേക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന 3 കാര്യങ്ങളെയും അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. ഇദാ മാത ഇബ്നു ആദം ഇൻഖതഅ അമലുഹു ഇല്ലാ സലാസത്തിൻ, ഇല്ലാ സലാസ്, 3 കാര്യങ്ങളൊഴികെ ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കി എല്ലാ അമലുകളും അവനിൽ നിന്ന് മുറിഞ്ഞു പോകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് വസ്സദഖത്തിൻ ജാരിയ, ജാരിയായ സ്വതക്ക. ജാരിയായ സ്വതക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാഫിദീകളായ മക്കളെ കാണുമ്പോൾ വിശുദ്ധമായ ഖുർആൻ അവർക്ക് നാം വാങ്ങി കൊടുക്കണം. ആ മക്കളോട് പറയണം, മോനെ ഈ ഖുർആൻ കൊണ്ട് നീ ഓതി ഹിഫ്ദ് പൂർത്തിയാക്കണേ എന്ന് നമ്മളൊരു വസിയത്ത് ചെയ്യുമ്പോൾ ആ പൊന്നു മക്കൾ സുബഹിക്ക് മുമ്പേ തഹജ്ജുദിന്റെ സമയത്ത് തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കിടക്കുന്ന സമയം അവര് വിശുദ്ധമായ ഖുർആൻ, നമ്മൾ കൊടുത്ത ഖുർആൻ കൊണ്ട് നോക്കി ഓതിയിരിക്കുമ്പോഴും അതേ ഖുർആൻ കൊണ്ട് ആ മക്കൾ ഹിഫ്ദ് പൂർത്തിയാക്കി അവർ മരിക്കുന്ന സമയം വരെയും അവർ ഏതെല്ലാം നിലയ്ക്കാണോ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കാണാതെ ഓതുന്നത് അത്രത്തോളം പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ ഖബറിൽ തരും. മഹാനായ അബൂദർ റിഫായി റളിയല്ലാഹു അൻഹു, മഹാനവർ പ്രായമായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു ഈത്തപ്പഴ മരം അദ്ദേഹം നടുന്നതായി ഒരു സ്വഹാബി കാണുകയുണ്ടായി. ആ സ്വഹാബി ചോദിച്ചു, മഹാനവറുകളെ, അങ്ങ് പ്രായമായല്ലോ, ഇതിനി വളർന്ന് വലുതായി വരുമ്പോഴത്തേക്കും അതിൽ നിന്നും കായ്കനികൾ ഭക്ഷിക്കാനുള്ള ഒരു അവസരം പോലും അങ്ങേക്കുണ്ടാവുകയില്ല. അങ്ങ് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയാലോ, ഇതുകൊണ്ട് എന്താണ് ഗുണമുണ്ടാവുക എന്ന് മഹാനവറുകളോട് ചോദിക്കപ്പെട്ടപ്പോൾ അബൂദർ റിഫായി തങ്ങൾ പറയുന്നു, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാലോ അതിൽ നിന്നും ഏതെല്ലാം പക്ഷികളാണോ ഏതെല്ലാം ജീവികളാണോ അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ഏതെല്ലാം വ്യക്തികൾക്കാണോ ആ മരം തണൽ കൊടുക്കുകയും ചെയ്യുന്നത് അതിന്റെ എല്ലാം പ്രതിഫലം കാലാകാലം എന്റെ ഖബറിൽ എത്തുമെന്ന് മഹാനവറുകൾ പഠിപ്പിച്ചു തരികയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾ ചിന്തിക്കണം, അതിർത്തി തർക്കത്തിന്റെ പേരിൽ വിട്ടുവീഴ്ചയില്ലാതെ അയൽവാസികളോട് പോലും വഴക്കും പിണങ്ങിയും കഴിയുന്നവർ, കേവലം നിസ്സാരം വഴി നടന്നു പോകുന്നതിന് കുറച്ച് സ്ഥലം വിട്ടുകൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ല എങ്കിൽ, അങ്ങനെ നമ്മൾ അത് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അതും സ്വതക്കയും ജാരിയായ സ്വതക്കയിൽ പെടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. രണ്ടാമത് പറയുന്നു, ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ചില ഇൽമുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവർ നമുക്ക് പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനും നിങ്ങൾ നമസ്കരിക്കുന്നത്. ഈ കൂട്ടത്തിൽ മാതാപിതാക്കൾ മരണപ്പെട്ടവരുണ്ട്. നമ്മൾ നിസ്കരിക്കുന്നതിന്റെ ഓരോ പ്രതിഫലവും
നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിൽ അല്ലാഹു എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മക്കളെ നല്ല രീതിയിൽ ഇൽമുകൾ പഠിപ്പിച്ചു കൊടുക്കണം. അവർക്ക് ഖുർആൻ ഓതാനുള്ള സജ്ജീകരണം ഒരുക്കണം. നിസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. അവർ നമസ്കരിക്കുമ്പോൾ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും നമുക്ക് വേണ്ടി അവർ മയ്യത്ത് നിസ്കരിക്കുന്ന സമയം ആ പ്രതിഫലവും നമ്മുടെ ഖബറിലേക്ക് എത്തുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ കാര്യം കൂടി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ. നമ്മൾ ഈ സുബഹി നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു, ഉപജീവന മാർഗത്തിന് വേണ്ടി നമ്മൾ എല്ലാ ജോലിയും ചെയ്യുന്നു. കിട്ടുന്ന വരുമാനം കൊണ്ട് സമ്പാദിക്കുന്ന സമ്പത്ത് മുഴുവൻ നമ്മൾ ചെലവഴിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. നമ്മുടെ ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കാനാണ്. നമ്മുടെ മാതാപിതാക്കളെ പരിചരിക്കാനാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നമ്മുടെ മക്കളെ നല്ല രീതിയിൽ നമ്മൾ വളർത്തിയെടുത്ത് നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് താരതമ്യം ചെയ്ത് വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുത്ത് നന്മയിലൂടെ പാതയിലേക്ക് നമ്മുടെ മക്കൾ സഞ്ചരിച്ചു പോകുമ്പോൾ നമ്മൾ കിടക്കുന്ന ഖബറിന്റെ ചാരത്ത് നമ്മുടെ മക്കൾ വന്ന് പറയും, ഇതെന്റെ ഉപ്പയാണ്, ഇതെന്റെ ഉമ്മയാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത് എന്റെ കടമയാണ്. ഏതെല്ലാം രീതിയിലാണോ അവർക്ക് വേണ്ടി അവരുടെ ഖബറിന്റെ ജീവിതത്തിൽ സന്തോഷിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണോ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത്, അത് മുഴുവനും എന്നെ കൊണ്ട് ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. അത് കാരണമായി എന്റെ മാതാപിതാക്കൾ ഖബറിൽ സന്തോഷിക്കട്ടെ എന്ന് ഓരോ മക്കളും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അതും ആ മാതാപിതാക്കൾക്ക് മരണപ്പെട്ട് കഴിഞ്ഞാലും ഖബറിൽ എത്തുന്ന ജാരിയായ സ്വതക്കയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതനുസരിച്ച് അമൽ ചെയ്യുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.